അപ്പൊ നമുക്ക് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് വെച്ചിട്ടുള്ള ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ചെയ്യാം. അത് വെച്ച് തുടങ്ങാം. ഇതാണ് പ്രോബ്ലം. 2x+3y sin y. ഓർത്തിരിക്കുക, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും. വളരെ ഈസിയാണ് കേട്ടോ. എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. വളരെ ഈസിയാണ്. ശ്രദ്ധിച്ചോളൂ, ബോർഡിലേക്ക് നോക്കിക്കോളൂ. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ തന്നെ കറക്റ്റ് എഴുതാം. 2x+3y sin y. ഞാൻ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ മൊത്തം ഡെറിവേറ്റീവ് എടുക്കുക. d/dx. dy/dx എന്ന് എഴുതരുത്. നമ്മൾ ഇതിന്റെ മൊത്തം ഡെറിവേറ്റീവ് എടുക്കുന്നതുകൊണ്ട് d/dx എഴുതുക. ഇനി ഡെറിവേറ്റീവ് എടുത്തങ്ങ് പോവാ. 2x ഡെറിവേറ്റീവ് നമുക്കറിയാം. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പൊ 2x ഡെറിവേറ്റീവ് എന്താണ്? 2 ആണ്. പ്ലസ് 3x ഡെറിവേറ്റീവ് 3 ആണ്. പക്ഷെ 3y ഡെറിവേറ്റീവ് എന്തായിരിക്കും? 3 എന്ന് എഴുതുക. y ഡെറിവേറ്റീവ് dy/dx എന്ന് എഴുതുക. ഈക്വൽ ടു സൈൻ y ഡെറിവേറ്റീവ് കുറച്ചു മുമ്പേ പഠിച്ചായിരുന്നു. എന്താണ്? കോസ് y dy/dx. അപ്പൊ അത് തീർന്നില്ല. ഒരു ചെറിയ സ്റ്റെപ്പും കൂടെ ഉണ്ട്. നമുക്ക് ഇതിന്റെ അകത്ത് കണ്ടുപിടിക്കേണ്ടത്, ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ട് ഫൈൻഡ് dy/dx എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല്, ഇവിടെ dy/dxന്റെ 2 ടേം ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. ആദ്യം ചെയ്യണ്ടേ ഇതിനിപ്പുറത്തേക്ക് ഇടുക. അപ്പൊ കിട്ടാൻ പോണേ 2 = cos y dy/dx മൈനസ് 3 dy/dx എന്ന് കിട്ടും. ഈ dy/dx അങ്ങോട്ട് പുറത്ത് വെക്കുക. അപ്പൊ എനിക്ക് കിട്ടാൻ പോണേ cos y എന്ന് കിട്ടും. നോക്ക്, ഇതിന്റെ അകത്ത് dy/dx എടുത്താൽ ബാക്കി എന്തുള്ളൂ? cos y ഉള്ളൂ. ഇതിന്റെ അകത്ത് dy/dx എടുത്താൽ ബാക്കി എന്തുള്ളൂ? -3 ഉള്ളൂ. അതങ്ങ് എഴുതി 2. അപ്പൊ dy/dx കണ്ടുപിടിക്കാനാണ് പറഞ്ഞേ. ഇതിന്റെ അർത്ഥം, ഈ ബ്രാക്കറ്റിന്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. അത് അവന് ഈക്വറ്റിന്റെ അപ്പുറത്തേക്ക് വിടുക. അപ്പൊ നമുക്ക് ഡിവിഷൻ ആയിട്ട് കിട്ടും. നമുക്ക് കിട്ടാൻ പോണേ dy/dx = 2 / cos y - 3. ഓക്കെ, ഈ 2 ഇവിടെ ആയിരുന്നു. ഇതിനിപ്പുറത്തെ കൊണ്ടുവരുമ്പോ ബൈ ഞാൻ തിരിച്ചെഴുതിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. dy/dx നേരെ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. 2 / cos y - 3 = dy/dx. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോ, ആദ്യം കോസ് ഇറക്കി എഴുതുക, dy/dx എഴുതുക, ഡെറിവേറ്റീവ്സ് എടുക്കുക. dy/dxന്റെ 2 ടേം ഉണ്ടെങ്കിൽ അവരെ ഒരു സൈഡിലേക്ക് ആക്കുക, കോമൺ അപ്പുറത്ത് എടുക്കുക, ഈ ബ്രാക്കറ്റിന് അപ്പുറത്തേ വിടുക. ആൻസർ ആയി. ഇത്രേ ഉള്ളൂ കേട്ടോ. 3 മാർക്കിനായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.